ബിഗ് ബോസ് ഷോയിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് PR കൂടിയാണ്. PR വർക്കുകൾ അവസാനിപ്പിക്കും. 16 ലക്ഷമാണോ 15 ലക്ഷമാണോ അതൊന്നും നമുക്കറിയത്തില്ല. എത്ര ലക്ഷം കൊടുത്താലും അത് PR വർക്ക്. ഹാർട്ട് പേഷ്യന്റിന് നീരിനുള്ള മരുന്ന് കൊടുക്കും എന്നുള്ളത് നീ അറിഞ്ഞിരിക്കണം. നീ ഒരു ഡോക്ടർ അല്ലേ? നീ എന്ത് ഡോക്ടറാടി? മരുന്ന് കൊടുക്കണ്ടേ? പിന്നെ ഒരു ഡോക്ടർ അല്ലേ? നമസ്കാരം. ഇന്നലത്തെ സംഭവ ബഹുലമായ ഒരു എപ്പിസോഡുകളായിരുന്നു. ഇന്നലത്തെ ആകെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ PR വർക്കിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഇത് ബിഗ് ബോസിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആരൊക്കെ പൈസ കൊടുത്ത് കയറി PR വർക്ക് ചെയ്യുന്നുണ്ട്, ആരൊക്കെ പൈസ കൊടുക്കാതെ PR വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഇതില് ഇപ്പം അനുമോളുടെ കാര്യത്തിൽ ആദ്യം മുതലേ തന്നെ പല സംശയങ്ങളും പല സൈഡിൽ നിന്നും നമ്മളൊന്നും പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു. ഇത് വ്യക്തമായ കാര്യത്തെ നമുക്ക് ഒരു ആധികാരികമായി നമുക്കൊന്നും ഇപ്പോഴും പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഇപ്പൊ ഏറെക്കുറെ അനുമോള് തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ബിഗ് ബോസിനുള്ളില് PR വർക്ക് ഉണ്ട്, പിന്നെ ബിന്നിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിന്നിയുടെ ഹസ്ബൻഡും ഇത് ഈ ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളാണല്ലോ, ആക്ടറാണല്ലോ. അപ്പൊ ആ രീതി ബിന്നി ചെറിയ PR വർക്ക് ചെയ്യുന്നു പറയുന്നു. ഷാനവാസിന് PR വർക്ക് ഉണ്ടെന്ന് പറയുന്നു. എന്തിന് പാവം അനീഷിനും PR വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതെനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളി പൈസ കൊടുത്തൊന്നും PR വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഒരു കർഷക ആ സ്റ്റൈലിൽ വന്ന ഒരാളാണ്. PR വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഷാനവാസ് ഇപ്പോൾ വലിയ യുദ്ധമാണ് അനീഷിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഈ ആറാമത്തെ ഈ 50 ദിവസം കഴിഞ്ഞുള്ള ഒരു വീക്കിലേക്ക് വരുമ്പോൾ കലുഷിതമായ സ്നേഹബന്ധങ്ങളെല്ലാം വീണ്ടും ചിന്നിച്ചിതറി ഈ അപ്പുറം ഇപ്പുറം ഇരുന്നവരെല്ലാം വൈരാഗ്യത്തോടെ കാണുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി ആര്യനുമായിട്ട് കുറച്ച് ക്ലോസ് ആയിരുന്നു. പക്ഷെ ലക്ഷ്മി തുറന്നടിക്കുകയാണ് ആര്യനെ ഹേറ്റ് ചെയ്യുന്ന മാതിരിയുള്ള ആര്യന്റെ കാര്യങ്ങൾ ഡബിൾ മീനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോൾ എന്റെ മുഖം ഇതാണ്, ഞാൻ പറയുന്നത് അങ്ങനെ തോന്നുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുഖം ഇഷ്ടമല്ല എന്ന് വരെ പറഞ്ഞു. ഇന്നലത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇന്നലെ കൊടുത്ത ഡാൻസിന്റെ ടാസ്ക് ഒരു നല്ല ടാസ്ക് ആയിരുന്നു. അതിനകത്തില് പിന്നെ സാബുമാൻ നല്ല ലെവല് കഴിച്ചു. അതുപോലെ അനുമോക്ക് കിട്ടിയ ആ റോള്, പിന്നെ അങ്കമാലിയിലെ അമ്മ, അത് നല്ല കോമഡി ആയിരുന്നു. അനീഷിന് പാവം ഒരു ജോക്കർ വേഷമായിരുന്നു. അത് ഏകദേശം പുള്ളി ചെയ്തെന്നും വേണം പറയാൻ. പക്ഷെ എനിക്ക് തോന്നിയത് ഷാനവാസിന്റെ വേലായുധൻ മുളകുലി അത് നല്ല രസമായിരുന്നു. മീശ വിരിക്കുന്ന രംഗം ഓൾറെഡി ഷാനവാസ് മീശ വിരിച്ചാണ് നടക്കുന്നത്. സീരിയലിലും ആ മീശ വിരിച്ച് ഉള്ള ഷാനവാസിന്റെ ലുക്ക് നല്ല ഇതാണ്. എനിക്ക് തോന്നുന്നു ഷാനവാസിന് നല്ലൊരു ഹൈപ്പ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആര്യനും നല്ല രീതി, മായാമോഹന് നല്ല രീതി ചെയ്തു. നെവിന്റെ ഒന്നും അത്ര അങ്ങോട്ട് എനിക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നെവിനൊന്നും അത്രയും കളിച്ചോ എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ അക്ബറും അത്യാവശ്യം ചെയ്തു എന്ന് വേണം പറയാൻ. ഇത് ആര് കൂടുതൽ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അത് ബിഗ് ബോസിന്റെ തീരുമാനം. ഇപ്പം ആർക്ക് ഇത് 10 പോയിന്റ് കൂടെ ഇനി ഉണ്ട്, അത് ആർക്ക് കൊടുക്കും എന്നൊക്കെയുള്ള ബിഗ് ബോസിന്റെ തീരുമാനത്തെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇന്നലത്തെ നോമിനേഷനിൽ ഏകദേശം പിന്നെ എല്ലാരും വന്നിരിക്കുകയാണ്. വന്നതില് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ആദില ക്യാപ്റ്റനായിട്ട് ആദില രക്ഷപ്പെട്ടു, നൂറ, പിന്നെ ആര്യൻ, ഇവർ 2 പേരാണ് ലിസ്റ്റിൽ വരാതെ പോയത്. എന്തിന്? ഷാനവാസിനും അനീഷിനും ഒക്കെ 2, 3 ഒക്കെയാണ് വന്നേക്കുന്ന കുട്ടി. ഇപ്പോഴും സാബിമാനും ലക്ഷ്മിക്കും ഒക്കെ 2 വോട്ടേ ഉള്ളൂ. ഇതാണോ PR വർക്ക്? എനിക്കറിയത്തില്ല. ഇതിനകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നുള്ളത്. ഈ ആഴ്ചയും അൺഫെയർ എവിക്ഷൻ നടക്കൂ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വോട്ടിങ്ങിന്റെ വെച്ചാണ് അൺഫെയർ എവിക്ഷൻ നടക്കും. ഇപ്പോഴത്തെ നോമിനേഷൻ ലെവൽ വെച്ചിട്ട് നമുക്കത് എങ്ങനെ നമുക്കിത് ഒരു കണക്ക് കൂട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ബിഗ് ബോസിന്റെ 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞ ഇത് 1.5 പണിയും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അൺഫെയർ എവിക്ഷൻ നടക്കുവോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പൊ ജിസേലിൽ പോയത് അൺഫെയർ ആണെന്നുള്ളത് പൊതുവെ ഒരു ടോക്കുണ്ട്. ശരിയാണ്. സാബുമാനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജിസേല് നല്ലൊരു പ്ലെയർ ആയിരുന്നു, അതെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൽ ലക്ഷ്മി എന്ത് കൊണ്ടിട്ട്. അതുപോലെ തന്നെ പിന്നെ അനിമോള് ഈ കിച്ചണൽ സ്പേസ് മാക്സിമം യൂസ് ചെയ്ത് പേരുണ്ടാക്കുക. അനുമോക്ക് എപ്പോഴും കിച്ചണിൽ പറഞ്ഞു, കിച്ചണില് വന്നിട്ട് അവിടെ നിന്നിട്ട് സ്പേസ് ഉണ്ടാക്കി ഇപ്പൊ എല്ലാവരും നെവിനൊക്കെ ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നാളായിട്ട് ഒരു ടാസ്ക് വൃത്തിയായിട്ട് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ടാസ്ക് വൈസ് ഒക്കെയാണ് ഈ ബിഗ് ബോസ് ഇനിയിപ്പം മോളോട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. കിച്ചണിലെ വഴക്കും മറ്റു കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ അനീഷിന് നല്ല രീതിയിൽ ഉള്ള ഹൈപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റുകൾ. മറ്റ് ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.